നമ്മൾ കേട്ട സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്കതിൻ്റെ സ്വഭാവം, അതിൻ്റെ പ്രകൃതി മനസ്സിലാകും. അതായത് പല കാര്യങ്ങളും മനുഷ്യന് പെട്ടെന്ന് ബുദ്ധിപരമായിട്ട് ആലോചിച്ചാൽ നടക്കാത്ത കാര്യങ്ങളാണ് അമ്മ നടത്തി തരണത്. അപ്പോൾ തന്നെ നോക്കും, അതാണ് ഉടമ്പടിയുടെ നേച്ചർ. അതാണ് ഉടമ്പടിക്കൊരു പ്രകൃതിയുണ്ട്. എന്താണ്? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. അതാണ് ബൈബിളിലെ ഉടമ്പടിയെക്കുറിച്ച് പറയണത്. നമ്മുടെ കഴിവ് കൊണ്ടല്ല, അവിടുത്തെ കൃപ കൊണ്ടാണെന്ന്. പ്രൈസ് ദി ലോർഡ്. അത് നമ്മൾ എഫേസ്യ ലേഖനമാണ്, 2-ാം അധ്യായം 8-ാമത്തെ വാക്യം. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. അവിടെ ഉടമ്പടി ചെയ്യുന്ന എല്ലാ മക്കളും ചിന്തിക്കണം, ഇത് നടക്കുമോ, നടക്കത്തില്ലായിരിക്കുമോ, ഇത് എൻ്റെ കഴിവിന് പറ്റിയ കാര്യമാണോ അല്ലയോ എന്നൊക്കെ ചിന്തിച്ച് കൺഫ്യൂഷൻ ആക്കരുത്. കാര്യം നമ്മൾ ഉണ്ടാക്കുന്ന കൺഫ്യൂഷൻസ് നമ്മൾ ഉണ്ടാക്കുന്നതാണ്. ദൈവത്തിനൊരു കൺഫ്യൂഷനുമില്ല. കാര്യം എന്താ? നമ്മുടെ ശക്തിയിലല്ല ദൈവം ആശ്രയിക്കുന്നത്, ദൈവത്തിൻ്റെ കൃപയിലാണ് ആശ്രയിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം കൃപയുടെ ഒരു കാലഘട്ടം നമ്മുടെ ജീവിതത്തിൽ തുടങ്ങുമ്പോൾ നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത് കൃപ എപ്പോഴും കരുണയിൽ വർക്ക് ചെയ്യണതാണ്. പറഞ്ഞ മനസ്സിലായില്ലേ? കൃപ, ദൈവത്തിൻ്റെ കൃപ നമ്മുടെ ജീവിതത്തിൽ വർക്ക് ചെയ്യണത്, എൻ്റെ അനുകൂലമായൊരു കാലാവസ്ഥ എന്ന് പറയുന്നത് കരുണയാണ്. അപ്പോൾ നമ്മൾ ദൈവപൈതൽ ചിന്തിക്കേണ്ടത്, ദൈവത്തിന് എന്നോടും എൻ്റെ കുടുംബത്തോടും കരുണ തോന്നാൻ ഞാൻ എൻ്റെ ജീവിതം എങ്ങനെ സുവിശേഷ വിഹിതമായി പുനഃക്രമീകരിക്കണം. അത് കണ്ണിൽ എണ്ണ ഒഴിച്ച് ചെയ്യേണ്ട കാര്യമാണ്. കാര്യം കരുണ തോന്നാൻ നമ്മുടെ ഇപ്പോൾ പത്രോസിനോട് ഈശോ എന്നാ പറഞ്ഞത്? നീ മാനുഷിക കാര്യങ്ങളാണ് അന്വേഷിക്കണത്, ദൈവിക കാര്യങ്ങളല്ല. അപ്പോൾ നമ്മൾ അന്വേഷിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും അടിസ്ഥാനപരമായിട്ട് എന്തായിരിക്കണം? ദൈവിക കാര്യങ്ങളായിരിക്കണം. പിടികിട്ടില്ലേ? ഇപ്പം നീ മാനുഷിക കാര്യങ്ങളാണ് അന്വേഷിക്കുന്നത്. ഇപ്പോൾ മർക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായമാണ്, 33-ാമത്തെ തിരുവചനം. ഒന്ന് പറഞ്ഞ, നീ മാനുഷിക കാര്യങ്ങളാണ് അന്വേഷിക്കുന്നത്, ദൈവിക കാര്യങ്ങളല്ല. അപ്പോൾ വചനം എന്താ പറയണത്? നമ്മൾ അന്വേഷിക്കണമെങ്കിലും പ്രാർത്ഥിക്കണമെങ്കിലും പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളിൽ മാനുഷിക കാര്യങ്ങൾ മാറ്റണം. പിന്നെന്ത് ചെയ്യണം? അതിൻ്റെ അകത്ത് ദൈവിക കാര്യങ്ങൾ ഉൾപ്പെടുത്തണം പ്രാർത്ഥനയിൽ. കാര്യം പത്രോസിനോട് ഈശോ എന്നാ പറഞ്ഞത്? നീ എൻ്റെ സാത്താനെ, നീ എൻ്റെ പിന്നിൽ പോകാൻ പറഞ്ഞല്ലേ. പ്രാർത്ഥനയ്ക്ക് ഉത്തരം ചില സമയത്ത് കിട്ടാതെ നമ്മൾ പിന്നിൽ പോകേണ്ടി വരും, പുറകിൽ പോകേണ്ടി വരും. പുറകിലായി പോകും ഓരോ കാര്യങ്ങൾക്കും. അതെന്തുകൊണ്ടാണ് ഇങ്ങനെ പിന്നിലായിട്ട് പോണത്? മാനുഷിക കാര്യങ്ങൾ അന്വേഷിക്കണ കൊണ്ടാണ്. അത് ദൈവിക കാര്യങ്ങൾ അന്വേഷിച്ച് കഴിഞ്ഞാൽ നമ്മൾ മുമ്പിലാവും. അപ്പോൾ നിങ്ങൾ ചോദിക്കുക, അച്ഛാ എങ്ങനെയാണ് ഈ മാനുഷിക കാര്യങ്ങൾ? നമ്മൾ മനുഷ്യന്മാരല്ലേ, മാനുഷിക കാര്യങ്ങളല്ലാതെ പിന്നെ നമ്മളെന്താണ്? നമ്മൾ ദൈവമാണോ? നമ്മളെങ്ങനെ ദൈവിക കാര്യങ്ങൾ അന്വേഷിക്കുന്നത്? അങ്ങനെയല്ല. എല്ലാ വിഷയങ്ങൾക്കും അതിൻ്റെ മാനുഷിക വശമുണ്ട്, ദൈവിക വശമുണ്ട്. ഇപ്പം നമ്മൾ ഒരു ഉദാഹരണം പറയാം. ഇപ്പം നിങ്ങൾ മാറി താമസിക്കാൻ തീരുമാനിച്ചു. നിങ്ങൾ 3 ചേട്ടാനുജന്മാരുള്ള വീട്ടിലാണ് കെട്ടി വന്നിരിക്കുന്നത്. നിങ്ങൾ മൂത്തവൻ്റെയോ അല്ലെങ്കിൽ നടുവത്തവൻ്റെയോ ഭാര്യയാണ്, അല്ലെ ഭർത്താവാണ്. എന്നായാലും മാറി താമസിക്കണം അല്ലേ? പക്ഷെ മാറി താമസിക്കാൻ വലിയ പാങ്ങൊന്നും കാണുന്നില്ല. പക്ഷെ നിങ്ങളതുകൊണ്ട് ഉടമ്പടി ചെയ്തിരിക്കുകയാണ്, മാറി താമസിക്കണം. ഒരു 3 സെൻറ്റ് സ്ഥലം, അവിടെ കൂര കുത്താനുള്ളൊരു ഇടവും തന്നെ ആണ് നമ്മൾ പ്രാർത്ഥിക്കണത്. അപ്പോൾ പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ അകത്ത് മാനുഷിക കാര്യമാണ്, ഇത് ദൈവിക കാര്യമാണ്. നമ്മൾ 3 ചേട്ടാനുജന്മാരും അവരുടെ നാത്തും അവരുടെ ഭാര്യമാരും അവരുടെ മക്കളൊക്കെ ഉണ്ട്, കുടുംബ തറവാട്ടിലുണ്ട്. നമുക്ക് മാറി താമസിക്കാതെ വരെ മാർഗ്ഗമില്ല. അപ്പനോട് പറഞ്ഞ് ഞങ്ങൾക്ക് വല്ലതും ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ അപ്പം പറഞ്ഞ് നിങ്ങൾക്ക് നിങ്ങൾ തന്നെ ഉണ്ടല്ലോ, പിന്നെ എന്തിനാണെന്ന് ചോദിക്കും. എന്താ ഇങ്ങനെ താമസിക്കണം അപ്പ? അല്ലേ, നിന്നെയൊക്കെ പഠിപ്പിച്ചില്ലേ, അപ്പം എൻ്റെ കാശ് തീർന്ന്. ഇനി നിങ്ങൾ വളർന്ന് ഇനി നിങ്ങൾ സ്വന്തമായിട്ട് അധ്വാനിച്ച് വീട് വെക്കണം. അപ്പോൾ ചില അപ്പന്മാർ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ജീവിതകാലം മുഴുവനും അവർ വിദ്യാഭ്യാസം പരമപ്രധാനമായിട്ട് കണ്ടുകൊണ്ട് അവർ പരമാവധി കടവും വിലയും മേടിച്ച് മക്കളെ പഠിപ്പിച്ച് മാറ്റും.
അപ്പോൾ പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങൾ തന്നെ ഉണ്ടല്ലോ, നിങ്ങൾ ഞങ്ങളെ പഠിപ്പിച്ചു, അതെ ഞങ്ങളുടെ ബാങ്ക് നിങ്ങളാണ്, ഞങ്ങൾക്കുള്ളത് നിങ്ങളിലാണ് നിക്ഷേപിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി നിങ്ങൾ തന്നെ നിങ്ങളുടെ അധ്വാനം കൊണ്ട് കണ്ടെത്താനുള്ള മാർഗ്ഗം അന്വേഷിക്കണമെന്ന് പറയും. അപ്പോൾ അതിൻ്റെ അകത്ത് തെറ്റൊന്നുമില്ല. അപ്പം പറയണത് അപ്പോൾ ഇവിടുന്ന് തറവാട്ടിൽ നിന്നൊന്നും കിട്ടപ്പോരില്ലെന്ന് നമ്മൾ മനസ്സിലാക്കി. ഇപ്പോൾ അവസാനം കേട്ടൊരു സാക്ഷ്യം കണ്ടില്ലേ, അവസാനം ഒരു സാക്ഷ്യം കേട്ടില്ലേ, അവർക്ക് ചെന്നൈയിൽ ജോലി കിട്ടിയെന്ന് പറഞ്ഞില്ലേ, നല്ല ജോലിയാണ് കിട്ടിയത്. ശേഷം അവർ ഇവിടെ കളമശ്ശേരി വന്നു, അവിടെ ജോലി ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കിട്ടി. അവിടെ അവർ എൻജിനീയർ, അവിടുത്തെ വർക്ക് സൂപ്പർവൈസ് ചെയ്യുന്ന ആൾ കൂടിയായി മാറി. അപ്പോൾ പെട്ടെന്ന് നടന്നാണ്. അവർ തകർന്ന് തരിപ്പണമായി സീറോയിൽ വന്ന ആൾക്കാരാണ്. ഒറ്റ ഉടമ്പടി കൊണ്ട് ഒരു രാത്രി കൊണ്ട് അമ്മ ഇടപെട്ടതാണ്. അവർക്ക് പോലും അറിയത്തില്ല അവരെങ്ങനെയാണ് ഈ അവസ്ഥയിൽ എത്തിച്ചേർന്നതെന്ന്. അമ്മ വിചാരിച്ചാൽ ഈ ഒരാഴ്ച കൊണ്ട് നടക്കിയ വിഷയങ്ങൾ ഒന്നും കാണണ്ട, ഒന്നും കണ്ടില്ലല്ലോ അവർ. അവർക്ക് വിശ്വാസം മാത്രമേ ആസ്തിയായിട്ട് ഉണ്ടായിരുന്നുള്ളൂ. ആസ്തി എപ്പോഴും നമ്മുടെ ആസ്തി എന്താണെന്ന് ചോദിച്ചാൽ ഉടനെ പറയണം, നിങ്ങൾ എഫ്ഡിയും പൊന്നും ഒന്നും പറയരുത്, വിശ്വാസമാണ് എൻ്റെ ആസ്തി. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, എന്താണ് നിങ്ങളുടെ ആസ്തി? വിശ്വാസമാണ് എൻ്റെ ആസ്തി.